അപ്പൊ കുടിക്കുന്നവരല്ലേ ഒതുങ്ങി കഴിയാണ്ട് ഇവിടെ വന്ന് തുണി അഴിച്ചിട്ട് കിടക്കണം എന്നാണ് ചേട്ടൻ പറയുന്നത്? എന്ന് ഞാൻ പറയുന്നില്ല. നീ പറഞ്ഞ പുരുഷനുള്ള അതേ സ്വാതന്ത്ര്യം സ്ത്രീക്ക് പോകണം. ചേട്ടൻ ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ സ്ത്രീകൾ കുടിക്കാൻ പാടില്ലെന്ന് ചേട്ടൻ പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് കുടിക്കാൻ പാടില്ല. അഖില, യെസ്, മദ്യപാനം പൊതുവിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ഇഷ്ടമല്ല. ആണുങ്ങൾ മദ്യപിക്കുന്നത് മാത്രമാണോ ഇഷ്ടമല്ലാത്തത്, അല്ലെങ്കിൽ സ്ത്രീകൾ മദ്യപിക്കുന്നത് ഇഷ്ടമാണോ? അല്ല, പൊതുവെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നല്ലേ? അടിക്കാറില്ലേ രണ്ടെണ്ണം? ഇല്ല, അങ്ങനെയൊന്നും. ഇതുവരെ മദ്യത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ലേ? ബിയർ കുടിച്ചിട്ടുണ്ട്. ബിയർ മദ്യമാണ്. ഓക്കെ, ആയിക്കോട്ടെ ചേട്ടൻ പറ, കാര്യം പറ. കള്ളു കുടിച്ചിട്ടില്ലേ? കാര്യം പറയട്ടെ ചേട്ടൻ, കാര്യം പറ. അല്ല, സ്ത്രീകൾ മദ്യപിക്കുന്നത് നല്ലതാണോ? അതാണ് ചോദ്യം. അതെന്തേ പുരുഷന്മാർക്ക് മാത്രമേ മദ്യപിക്കാവുന്നുണ്ടോ? അങ്ങനെ നിയമമൊന്നുമില്ല. പിന്നെന്താണ് പ്രശ്നം? സ്ത്രീകൾ മദ്യപിച്ചെങ്കിൽ സ്ത്രീകൾ മദ്യപിച്ച് അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നു, അപകടങ്ങൾ വരുത്തുന്നു. ഇതൊന്നും പുരുഷന്മാർ ചെയ്യുന്നില്ല. അല്ല, കൂടുതലായി ഇപ്പൊ കേസുകൾ കൂടുതലായി വരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, നമ്മളൊരു സ്ത്രീയെ. അപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മദ്യപിച്ചൊരു ചെറുക്കൻ കുറെ വാഹനങ്ങളെയൊക്കെ കൊണ്ടിടിച്ചായിരുന്നല്ലോ. ഞാൻ പറയുന്നത് സ്ത്രീകളുടെ മദ്യപാനത്തെ കുറിച്ചാണ്. ഞാൻ പറയുന്നത് പുരുഷന്മാരെ അല്ല. സ്ത്രീകളുടെ കാര്യം പറയുമ്പോ പുരുഷന്മാരുടെ കാര്യം പറയണല്ലോ, അതുകൊണ്ട് ഞാനും പറയുന്നു. സ്ത്രീകളുടെ അത്തരം ഡ്രൈവിംഗിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കണ്ണൂരിലൊരു സ്ത്രീ 2 പ്രാവശ്യം ഇങ്ങനെ മദ്യപിച്ച് വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുത്തി അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴും യൂട്യൂബ് തപ്പിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ സ്ത്രീകളിലെ മദ്യപാനം ഇങ്ങനെ കൂടുന്നത് നമ്മുടെ പൊതുവിലുള്ള നമ്മുടെ സംസ്കാരത്തിന് തന്നെ എതിരല്ലേ? അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. മദ്യം എന്ന് പറയുന്ന സാധനം കുടിക്കാനുള്ളതാണ്. അതിപ്പോ പുരുഷൻ കുടിച്ചാലും സ്ത്രീ കുടിച്ചാലും ഒരേപോലെയല്ലേ? അതെങ്ങനെ? നമ്മുടെ സമൂഹത്തിനൊരു ചേട്ടൻ സമൂഹം പറയുന്ന അനുസരിച്ച് മാത്രമാണ് ജീവിക്കുന്ന ഒരാളാണോ, വ്യക്തിയാണോ? ഒരു 50% നമ്മുടെ സമൂഹത്തെ പേടിക്കല്ലേ, അല്ലെങ്കിൽ ആ രീതിയിലല്ലേ ജീവിക്കും? അല്ല, സമൂഹം പറയുന്നുണ്ടോ സ്ത്രീകൾ മദ്യപിക്കാൻ പാടില്ലെന്ന്? സ്ത്രീകൾ മദ്യപിച്ച് റോഡിൽ കിടക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്, അല്ലെങ്കിൽ അപ്പൊ പുരുഷൻ കിടന്നാലും കുഴപ്പമില്ല, സ്ത്രീ കിടക്കാൻ പാടില്ല അല്ലേ? സ്ത്രീ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു അവസ്ഥയെ വെച്ച് നാളെ ഒരു ജീവനോടെ സ്ത്രീ പിന്നീട് ഉണ്ടാവും തോന്നുന്നില്ല. 70-കാരിയെ പീഡിപ്പിക്കുന്ന കേരളമാണ്. അപ്പൊ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അവിടെയൊക്കെ ഇല്ലേ? ഒരു പുരുഷൻ മദ്യപിച്ച് റോഡിൽ കിടക്കുന്നവരെ സ്ത്രീക്ക് കിടക്കാൻ കഴിയുമോ? അല്ല, ഈ സ്ത്രീകളെല്ലാം മദ്യപിച്ചിട്ട് റോഡിൽ കിടക്കുന്നുണ്ടോ? ഉണ്ടാവുന്നു. ആ രീതിയിലല്ലേ കണക്കുകൾ വരുന്നത്. കൊച്ചിയിലൊക്കെ കാണുന്നില്ലേ നിങ്ങൾ? രാത്രി 12 മണിക്കും 2 മണിക്കൊക്കെ സ്ത്രീകള് ഈ രീതിയിൽ മദ്യവും മയക്കുമരുന്നും പ്രധാനപ്പെട്ട ഇതല്ലേ മദ്യം തന്നെ മദ്യപിച്ച് റോഡിലൂടെ ബഹളം വയ്ക്കുന്നു. പോലീസുകാരനെതിരെ ഞാൻ പറയുന്നത് ഈ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇത് രണ്ടുപേരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ മദ്യം കുടിച്ചിട്ട് വഴക്കുണ്ടാക്കുന്നത് പുരുഷന്മാരാണ് കൂടുതല്. റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുക, കടത്തിണ്ണകളില് ഉടുതുണി പോലും ഇല്ലാണ്ട് കിടക്കുക, ബസ്സിൽ കയറിയിട്ട് തൂങ്ങി നിന്ന് ആടുക, സ്ത്രീകളുടെ മേത്തേക്ക് വീഴുക, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ പുരുഷന്മാരാണ് ചെയ്യുന്നത് കൂടുതലും. അതെവിടെയാ ബസ്സില് ആടിയത്? കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ ഇന്ന് കൂടി ഒരു മദ്യപിച്ച ഒരാള് അയാളുടെ ഭാര്യനെ വരെ വെട്ടിക്കൊന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ മദ്യപിച്ചുകൊണ്ട് മാത്രമാണോ? മദ്യപിക്കാത്ത ആളുകൾ കൊല ചെയ്യുന്നില്ലേ? നമ്മളിപ്പോ പറയുന്ന എന്തിന്റെ കാര്യം? മദ്യപാനം ആണല്ലോ. അപ്പൊ ആ കാര്യത്തിൽ വന്നൊരു കാര്യല്ലേ ഇപ്പൊ മദ്യപിച്ചിട്ട് സ്ത്രീകൾ ക്രൈം ചെയ്യുന്നില്ലേ? ഈ അടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. മദ്യലഹരിയിലൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അതാ ഞാൻ പറഞ്ഞ മദ്യം പുരുഷന്മാരും സ്ത്രീകളും കുടിക്കുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നേ. മദ്യപിച്ചിട്ട് ഭർത്താവിനെ തല്ലുന്ന സ്ത്രീകളില്ലേ? ഭർത്താവിന് നാണമുള്ളതുകൊണ്ട് പലതും പുറത്ത് പറയുന്നില്ല. ഞാനങ്ങനെ കേട്ടിട്ടില്ല. നമ്മുടെ ഒരു കുടുംബ അന്തരീക്ഷത്തില് ഈ പറഞ്ഞ പോലെ മദ്യപിച്ച് വരുന്നു, സ്ത്രീയും മദ്യപിച്ച് വരുന്നു. പുരുഷൻ മദ്യപിച്ച് വന്ന് ഭാര്യയെ തല്ലിക്കോട്ടെ എന്നാണ് ചേട്ടൻ പറയുന്നത്. സ്ത്രീക്ക് അങ്ങനെ പാടില്ലെന്നാണ് ചേട്ടൻ. ഭാര്യനല്ല, ഒരു സ്ത്രീയെയും തല്ലുന്നതിനോട് ഞാൻ യോജിക്കില്ല. പിന്നെ ഞാൻ പറയുന്നത് അപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ സ്ത്രീകൾ തല്ലുന്നുണ്ട്, അപ്പൊ അവരും നാണക്കേട് കൊണ്ടാ മറച്ചു വെക്കുന്നതെന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്, ഈ അമ്മയും മദ്യപിക്കുന്നു, അച്ഛനും മദ്യപിക്കുന്നു, ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? അവിടെ വളരെ മദ്യപിക്കുന്ന പറഞ്ഞാൽ എന്നും രാവിലെ ഒരെണ്ണം അടിച്ച് വൈകിട്ട് ഒരെണ്ണം അടിച്ച് അങ്ങനെയാണോ മദ്യപിക്കുന്ന പറയാൻ? അങ്ങനെയാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അല്ല, ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? അച്ഛനും അമ്മയും അടിക്കുന്നു, എങ്ങനെയുള്ള രീതിയാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്? ഇപ്പം എങ്ങനെയായാലും അടിച്ച് പൂസായിട്ട് അവര് വീട്ടിൽ ഇരിക്കുന്നത് അതാണോ ഉദ്ദേശിക്കുന്നത്? അടിച്ച് പൂസായത് പറഞ്ഞാൽ ഇപ്പം പുരുഷൻ ഒരു 4-5 പേക്ക് വരെ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. സ്ത്രീകൾക്ക് എനിക്കറിയില്ല ഒരു എത്ര കഴിക്കാൻ സാധിക്കും എന്നുള്ളത്. 1-2 പേക്കിൽ ചിലപ്പോൾ നല്ല കിക്കായി ബോധമില്ലാതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ രാവിലെ തൊട്ട് ഇവരിങ്ങനെ ആ കുടുംബത്തിൽ അങ്ങനെ ആയിരിക്കും എന്നാണ് ചേട്ടൻ പറയുന്നത്? അങ്ങനെ ആവരുത് എന്നാണ് പറയുന്നത്, അങ്ങനെ ആവണം എന്നല്ല. അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെയായിട്ട് ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അമ്മയും അച്ഛനും ഇങ്ങനെ കുടിച്ച് നടക്കുന്നൊന്നും എനിക്കറിയത്തില്ല. ഈ പൊതുവിൽ ആവട്ടെ, ഇപ്പൊ പ്രൊഫഷണൽ ഇടയാണ് കൂടുതൽ. ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ പബ്ബുകളിലൊക്കെ കയറി
പെൺകുട്ടികൾ ബീർ അടിക്കുന്നു, മദ്യം കഴിക്കുന്നു, ഒക്കെ സ്വാഭാവികമാണ് അവിടെ. അതെ, ആ രീതിയിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെയാണോ നീ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ അതിനെയല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് മദ്യപിക്കാൻ ഈ സമൂഹത്തിൽ പറ്റില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞത് അങ്ങനെയാ, സമൂഹത്തിൽ ഭയങ്കര അതിർവരുമ്പകൾ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സ്ത്രീകള് ഞാൻ പറയട്ടെ, സ്ത്രീകൾ കുടിച്ചിട്ട് ഈ പുരുഷന്മാരുണ്ടാക്കുന്നതിനേക്കാളും ചെറിയ ചെറിയ ഒരു കുറ്റങ്ങളായിരിക്കും ചിലപ്പോ സ്ത്രീകളോ. സമൂഹത്തിൽ സ്ത്രീകൾക്കും പുരുഷനും ഓരോ പരിധിയുണ്ട്. അത് നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ആ പരിധികൾ കടന്നു മുറിച്ചല്ലേ നമ്മൾ വരേണ്ടത്. കടന്നു മുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, പുരുഷൻ മദ്യവെച്ച്, നേരത്തെ നീ തന്നെ പറഞ്ഞാണ്, മദ്യവെച്ച് ഉടുതുണിയില്ലാതെ കിടക്കുന്നു, സ്ത്രീക്ക് പറ്റുമോ? അല്ലെങ്കിൽ രാത്രി സ്ത്രീകൾ അങ്ങനെ കിടക്കുന്നില്ല ചേട്ടാ, അതാ ഞാൻ പറഞ്ഞത്. രാത്രി 12 മണിക്ക് കോട്ടയം നഗരത്തിലൂടെ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നില്ല, അവർ മദ്യപിച്ചിട്ടും അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ, സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ലിമിറ്റേഷൻ അവിടെ നിൽക്കട്ടെ. ഞാൻ ചേട്ടൻ പറഞ്ഞു സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ടോന്ന്, മദ്യപിച്ച് ഉടുതുണിയില്ലാണ്ട് കിടക്കണുണ്ടോന്ന് ചോദിച്ചു. കിടക്കുന്നില്ല, അതാ ഞാനും പറയാം, കിടക്കുന്നില്ല. അപ്പൊ കുടിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പൊ വീടിനുള്ളിൽ വെച്ച് കുടിച്ച് അവിടെ ഒതുങ്ങി കഴിയുന്നു, അതാണോ ഉദ്ദേശം? ഒതുങ്ങി കഴിയുന്നോ? അപ്പൊ കുടിക്കുന്നവരല്ല ഒതുങ്ങി കഴിയാണ്ട് ഇവിടെ വന്ന് തുണി അഴിച്ചിട്ട് കിടക്കണം എന്നാണോ ചേട്ടൻ പറയുന്നത്? എന്ന് ഞാൻ പറയുന്നില്ല. നീ പറഞ്ഞ പുരുഷനുള്ള അതേ സ്വാതന്ത്ര്യം സ്ത്രീക്കും വേണം. ചേട്ടൻ, ഞാൻ ചോദിക്കുന്നത്, ചേട്ടൻ സ്ത്രീകൾ കുടിക്കാൻ പാടില്ലെന്ന് ചേട്ടൻ പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ട് കുടിക്കാൻ പാടില്ല? എന്തുകൊണ്ട് കുടിക്കാൻ പാടില്ല വെച്ചാൽ നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന പരിപാടിയല്ല. ഏട്ടാ, സംസ്കാരം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ സാധാരണ കുടുംബങ്ങളിലൊക്കെ ഇപ്പൊ അച്ഛനാണേലും മക്കൾക്കൊക്കെ ഒരു ഗ്ലാസ് ആണേലും കൊടുക്കും. അതെല്ലായിടത്തും അങ്ങനെയാ. ഇപ്പൊ ക്രിസ്ത്യൻ കല്യാണങ്ങളിലൊക്കെ ആണേലും അവരവരെ വീട്ടിൽ തന്നെ അങ്ങനെ പെൺകുട്ടികൾക്കൊക്കെ ആണേലും കൊടുക്കും. അതുകൊണ്ട് എന്താ കുഴപ്പം? കുടിക്കുന്ന പക്ഷെ അത് പതിവാക്കുന്നില്ലല്ലോ. നീ പറയുന്ന ഈ മദ്യപാനം തന്നെ ഡെയിലി 2 അടിക്കാന്നുള്ള ഞാൻ പറഞ്ഞില്ല. പതിവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചേട്ടൻ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ, ഇപ്പോഴത്തെ പെൺകുട്ടികൾ മദ്യപിക്കുന്നു, അതാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് മദ്യപിച്ചുകൂടാ? മദ്യപിക്കാൻ പാടില്ല, അത് തന്നെയാണ്. അങ്ങനെയാണ് പുരുഷന്മാർക്ക്, അങ്ങനെയാണ് മൊത്തത്തിൽ പാടില്ല. അല്ലാണ്ട് സ്ത്രീകൾക്ക് മാത്രം പാടില്ലെന്ന് ഈ ചേട്ടൻ പറയേണ്ട കാര്യമില്ല. മദ്യപാനം എന്തായാലും ആരോഗ്യത്തിന് ഹാനികരാണ്. അപ്പൊ സ്ത്രീയും പുരുഷനും അത് ഒരേപോലെ തന്നെ ചെയ്യേണ്ട കാര്യമല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടൻ ഒരു ചേട്ടൻ പുരുഷന്മാരെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് ഈ ചേട്ടൻ, തീർച്ചയായിട്ടും.